ഹായ്, ഈ മോഡ്യൂളിൽ വരുന്ന ലാസ്റ്റ് ടോപ്പിക്കാണ് അബ്സൊല്യൂട്ട് കൺവെർജൻസ്. ഒരു സീരീസ് തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ അബ്സൊല്യൂട്ട് കൺവെർജൻസ് ചെക്ക് ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ചാൽ അതിന്റെ nth ടേം UN, അതിന്റെ മോഡുലസ് വാല്യൂസ് മോഡ് UN തന്നിരിക്കുന്ന സീരീസിന്റെ മോഡുലസ് വാല്യൂസ് കൺവെർജന്റ് ആണെങ്കിൽ നമുക്ക് അബ്സൊല്യൂട്ട്ലി കൺവെർജന്റ് എന്ന് പറയാം. മോഡുലസ് വാല്യൂസ് ഡൈവേർജന്റ് ആണെങ്കിൽ അബ്സൊല്യൂട്ട്ലി ഡൈവേർജന്റ് ആണെന്ന് പറയാം. ഇനി ഒരു ടേം കൂടെ ഉള്ളത് കണ്ടീഷണലി കൺവെർജന്റ് ആണ്. കണ്ടീഷണലി കൺവെർജന്റ് പറയുന്നത് ഇപ്പൊ ഒരു ആൾട്ടർനേറ്റിംഗ് സീരീസ് അതിന്റെ മോഡുലസ് വാല്യൂസ് ഡൈവേർജന്റ് ആണ്. പക്ഷെ സാധാരണ ലെവൽസ് ടെസ്റ്റ് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഈ സീരീസ് കൺവെർജന്റ് ആയിട്ടാണ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ സീരീസിനെ കണ്ടീഷണലി കൺവെർജന്റ് ആണെന്ന് പറയാം. അബ്സൊല്യൂട്ട് കൺവെർജന്റ് എന്ന് പറയണമെങ്കിൽ അതിന്റെ മോഡുലസ് വാല്യൂസ് കൺവെർജന്റ് ആയാൽ അബ്സൊല്യൂട്ട്ലി കൺവെർജന്റ് ആണെന്ന് പറയാം. മോഡുലസ് വാല്യൂ ഡൈവേർജന്റ് ആണെങ്കിൽ അബ്സൊല്യൂട്ട്ലി ഡൈവേർജന്റ് ആണെന്ന് പറയാം. കണ്ടീഷണലി കൺവെർജന്റ് എന്ന് പറയുന്നത് എപ്പോഴാണ്? ഒരു സീരീസ് തന്നിട്ടുണ്ട്, അതിന്റെ മോഡുലസ് വാല്യൂസ് നമുക്ക് ഡൈവേർജന്റ് ആയിട്ട് കിട്ടി. പക്ഷെ ആക്ച്വൽ ആയിട്ട് ഇതെന്താണ്? ഒരു കൺവെർജന്റ് സീരീസ് ആണ്. ഇത് സാധാരണ ആൾട്ടർനേറ്റിംഗ് സീരീസിനാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ എന്താണ്? ലെവലിസ് ടെസ്റ്റ് വെച്ചിട്ട് ഇതൊരു കൺവെർജന്റ് സീരീസ് ആയിട്ട് കിട്ടുന്നു. പക്ഷെ അതിന്റെ മോഡുലസ് വാല്യൂ എടുക്കുമ്പോഴത്തേക്ക് ഡൈവേർജന്റ് ആണ്. അങ്ങനെയുള്ള സീരീസ് ആണ് കണ്ടീഷണലി കൺവെർജന്റ് ആണെന്ന് പറയുന്നത്. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. Check whether the series is absolutely convergent. Sigma n equal to 1 to infinity minus 1 raised to n raised to 4 by 4 raised to n. We have to check whether this given series is absolutely convergent. അപ്പൊ ഇവിടെ എന്താണ്? അബ്സൊല്യൂട്ട് കൺവെർജന്റ് ആണോ അല്ലയോ നോക്കിയാൽ മതി. അപ്പൊ ഇതിന്റെ മോഡുലസ് വാല്യൂസ് nth ടേമിന്റെ മോഡുലസ് വാല്യൂ മോഡ് UN എന്താണ്? മോഡ് UN ഇത് മാത്രം വരും n raised to 4 by 4 raised to n. n raised to 4 by 4 raised to n. ഇത് കൺവെർജന്റ് ആണോ ഡൈവേർജന്റ് ആണോ എന്ന് നോക്കിയാൽ മതി. അപ്പൊ എങ്ങനെ നോക്കാം? നമുക്ക് റേഷ്യോ ടെസ്റ്റ് വെച്ചിട്ട് മോഡുലസ് UN+1 നോക്കാം. എന്താണ് മോഡുലസ് UN+1? അതായത് n-ന്റെ സ്ഥാനത്ത് n+1 ആക്കിയാൽ മതി. n+1 the whole raised to 4 by 4 raised to n+1. ഇനി എന്താണ് നോക്കേണ്ടത്? മോഡ് UN by മോഡ് UN+1. അപ്പോൾ എന്ത് വരും? n raised to 4 by 4 raised to n into 4 raised to n+1 by n+1 the whole raised to 4. ഇനി എന്താണ്? ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി മോഡ് UN by മോഡ് UN+1. ഇവിടെ നിന്ന് 4 raised to n+1 by 4 raised to n ഒരു 4 മുകളിൽ വരും. അതേപോലെ ഇവിടത്തെ n raised to 4ഉം ഇവിടത്തെ n raised to 4ഉം കൂടെ വെട്ടിപ്പോകും. ബാക്കി എന്ത് വരും? 1 plus 1 by n the whole raised to 4 വരും. ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്താണ്? ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി വരുമ്പോഴത്തേക്ക് നമുക്ക് 4 എന്നാണ് കിട്ടുന്നത്. 1 by infinity 0 ആണ്. അപ്പോൾ 4 by 1 that is 4 greater than 1. This means the series converges. By ratio test the series converges. Absolute values ആണ് കൺവെർജസ് ആയിട്ട് കിട്ടിയത്. അപ്പൊ എന്ത് പറയാം? absolutely converges. absolutely converges. absolute values converges ആയിട്ട് കിട്ടിയതുകൊണ്ട് absolutely converges. അടുത്തൊരു ക്വസ്റ്റൻ ആണ് ഡിറ്റർമിൻ ദ സീരീസ് ഈസ് കണ്ടീഷണലി കൺവെർജന്റ്. ഇതൊരു ആൾട്ടർനേറ്റിംഗ് സീരീസ് ആണ് തന്നിട്ടുള്ളത്. കണ്ടീഷണലി കൺവെർജന്റ് ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ എന്താണ്? ആദ്യത്തെ അബ്സൊല്യൂട്ട് വാല്യൂസ് കൺവെർജന്റ് ആണോ ഡൈവേർജന്റ് ആണോ നോക്കാം. അതായത് ഇവിടെ k അല്ലേ ഉള്ളത്. അപ്പൊ UK kth ടേം UK മോഡുലസ് UK ഇതിന്റെ മോഡുലസ് വാല്യൂസ് അതായത് അബ്സൊല്യൂട്ട് വാല്യൂസ് കൺവെർജന്റ് ആണോ ഡൈവേർജൻസ് ആണോ നോക്കാം. മോഡുലസ് UK എന്താണ്? ഇത് മാത്രമാണ് വരുന്നത്. k+1 by k into k+2. ഇത് കൺവെർജന്റ് ആണോ ഡൈവേർജന്റ് ആണോ നോക്കാനായിട്ട് നമുക്ക് എന്ത് ടെസ്റ്റ് യൂസ് ചെയ്യാം?
ഇവിടെ ഉള്ള കെ എല്ലാം വെളിയിലാക്കാം. അതായത് കെ ഇൻറ്റു 1 + 1/k ബൈ കെ ഇൻറ്റു ഇവിടെ ഒരു കെയും കൂടെ വെളിയിൽ വരും 1 + 2/k. അപ്പൊ എന്താണ്, ഒരു കെ വീതം വെട്ടിപ്പോകും. നമുക്കിവിടെ ഒരു വി കെ ചൂസ് ചെയ്യാം. വി കെ കമ്പാരിസൺ ടെസ്റ്റ് ആണ് യൂസ് ചെയ്യാൻ പോണത്. ഒരു വി കെ ചൂസ് ചെയ്യാം. എന്താണ് വി കെ? 1/k. 1/k ആണ് വി കെ. അപ്പൊ എന്ത് വരും? മോഡ് അപ്പൊ ഇത് മോഡ് വി കെ ആണ്. അപ്പൊ ഇനി എന്താണ്, മോഡ് യു കെ ബൈ മോഡ് വി കെ എന്ത് വരും? 1/k വെട്ടിപ്പോയിട്ട് 1 + 1/k ബൈ 1 + 2/k. ഇനി എന്താണ് വേണ്ടത്? ലിമിറ്റ് k ടെൻഡിങ് ടു ഇൻഫിനിറ്റി. ലിമിറ്റ് k ടെൻഡിങ് ടു ഇൻഫിനിറ്റി യു കെ ബൈ വി കെ എന്താണ്? 1 ആണ് കിട്ടിയത്. അതായത് നോൺ സീറോ ഫൈനൈറ്റ് വാല്യൂ. നോൺ സീറോ ഫൈനൈറ്റ് വാല്യൂ. ഇപ്പൊ എന്ത് പറയാം? സിഗ്മ യു കെ ആൻഡ് സിഗ്മ വി കെ converges or diverges together. Converges or diverges together. ഇനി എന്താണ്, നമുക്ക് വി കെ മാത്രം ചെക്ക് ചെയ്യാം. വി കെ എന്താണ്? 1/k ആണ്. പി ടെസ്റ്റ് വെച്ചിട്ട് ഇതെന്താണ്? പി ടെസ്റ്റ് വെച്ചിട്ട് ഡൈവേർജസ് ആണ്. അതായത് 1/k⁻p പോലെയാണ്. പി എന്ന് പറഞ്ഞാൽ 1 ആണ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. അപ്പൊ ഈ സീരീസ് ഡൈവേർജസ് ആണ്. അപ്പൊ അബ്സല്യൂട്ട്ലി ഡൈവേർജസ് ആണ്, പക്ഷെ കൺവേർജസ് അല്ല. അബ്സല്യൂട്ട്ലി ഡൈവേർജസ് ആണ്. അതായത് ഇതിന്റെ മോഡുലസ് വാല്യൂസ്, അബ്സല്യൂട്ട് വാല്യൂസ് കൺവേർജസ് ആണോ ഡൈവേർജസ് ആണോ എന്ന് ആദ്യം ചെക്ക് ചെയ്യും. അതിന് റേഷ്യോ ടെസ്റ്റ് യൂസ് ചെയ്യാം, കമ്പാരിസൺ ടെസ്റ്റ് യൂസ് ചെയ്യാം. എന്തെങ്കിലും ടെസ്റ്റ് യൂസ് ചെയ്തിട്ട് എന്താണ്, മോഡുലസ് വാല്യൂസ് കൺവേർജസ് ആണോ ഡൈവേർജസ് ആണോ നോക്കി. അപ്പൊ കൺവേർജസ് ആണ് കിട്ടുന്നതെങ്കിൽ എന്താണ്, അബ്സല്യൂട്ട്ലി കൺവേർജസ് ആണ്. പക്ഷെ ഇവിടെ എന്താണ് കിട്ടിയത്? ഡൈവേർജസ് ആണ്. അപ്പൊ എന്ത് കിട്ടി? അബ്സല്യൂട്ട്ലി ഡൈവേർജസ് എന്നാണ്. അപ്പോൾ എന്താകാം? കണ്ടീഷണലി കൺവേർജസ് ആകാം. അപ്പൊ കണ്ടീഷണലി കൺവേർജസ് ആണോ നോക്കുന്നത് എങ്ങനെയാണ്? ഇതൊരു ആൾട്ടർനേറ്റീവ് സീരീസ് ആണല്ലോ. അപ്പൊ സാധാരണ ലെബനിസ് ടെസ്റ്റ് യൂസ് ചെയ്യാം. ബൈ യൂസിങ് ലെബനിസ് ടെസ്റ്റ് നമുക്ക് യു കെ അറിയാം. k+1/k ഇൻറ്റു k+2. ഇനി എന്ത് വേണം? യു കെ പ്ലസ് 1. യു കെ പ്ലസ് 1 എന്താണ്? k+2/k+1 ഇൻറ്റു k+3. അതായത് ഇവിടെയുള്ള k എല്ലാം മാറ്റി k+1 ആക്കും. അപ്പൊ k+2/k+1 ഇൻറ്റു k+3. ഇനി എന്താണ്? യു കെ മൈനസ് യു കെ പ്ലസ് 1 നോക്കാം. യു കെ മൈനസ് യു കെ പ്ലസ് 1 അതായത് k+1/k ഇൻറ്റു k+2 മൈനസ് k+2/k+1 ഇൻറ്റു k+3 ആണ്. ഇതല്ലേ? ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതായത് ഡിനോമിനേറ്റർ ആയിട്ട് വരുന്നത് k ഇൻറ്റു k+2 k+1 k+3 ഇത്രയും വരുന്നുണ്ട്. ന്യൂമറേറ്റർ ആയിട്ട് വരുന്നത് k+1 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു k+3 മൈനസ് ഇവിടെ എന്താണ് k+2 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു k. ഈ ബ്രാക്കറ്റ് മാറ്റുമ്പോഴത്തേക്ക് k² പ്ലസ് 2k പ്ലസ് 1 ഇൻറ്റു k+3 മൈനസ് ഇവിടെ എന്ത് വരും? k² പ്ലസ് 4k പ്ലസ് 4 ഇൻറ്റു k ബൈ k ഇൻറ്റു k+2 k+1 k+3. ഇത് ബ്രാക്കറ്റ് മാറ്റുമ്പോഴത്തേക്ക് k³ പ്ലസ് 3k² പ്ലസ് 2k² പ്ലസ് 6k പ്ലസ് k പ്ലസ് 3
minus k cube minus 4k square minus 4k by k into k plus 2, k plus 1, k plus 3. k cube വെട്ടിപ്പോകും. ഇനി എന്താണ്? 3k സ്ക്വയറും 2k സ്ക്വയറും കൂടെ 5k സ്ക്വയർ minus 4k square, k square. Then 6k plus k, 7k minus 4k plus 3k plus 3 by k into k plus 2, k plus 1, k plus 3. ഈ കെയുടെ വാല്യൂ എപ്പോഴും 1നേക്കാളും കൂടുതലായിരിക്കും. സിഗ്മ 1 to ഇൻഫിനിറ്റി എന്നാണല്ലോ. സിഗ്മ 1 to ഇൻഫിനിറ്റി എന്നാണ്. അപ്പം കെയുടെ വാല്യൂ 1നേക്കാളും കൂടുതലായിരിക്കും. അപ്പൊ ഇതിന്റെ വാല്യൂ എന്തായിരിക്കും? എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ നമുക്ക് എന്താണ് കിട്ടിയത്? യു കെ മൈനസ് യു കെ പ്ലസ് 1 എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. യു കെ മൈനസ് യു കെ പ്ലസ് 1 പോസിറ്റീവ് ആണെന്ന് കിട്ടി, ഗ്രേറ്റർ ദാൻ 0. അപ്പൊ യു കെ എന്താണ്? യു കെ ഗ്രേറ്റർ ദാൻ യു കെ പ്ലസ് 1. നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ ഫോർ ലെബനിസ് ടെസ്റ്റ് സാറ്റിസ്ഫൈഡ് ആയി. ഇനി എന്താണ് നോക്കേണ്ടത്? ലിമിറ്റ് കെ ടെൻഡിങ് ടു ഇൻഫിനിറ്റി യു കെ. എന്താണ് ലിമിറ്റ് കെ ടെൻഡിങ് ടു ഇൻഫിനിറ്റി യു കെ വരുന്നത്? ലിമിറ്റ് കെ ടെൻഡിങ് ടു ഇൻഫിനിറ്റി യു കെ വരുന്നത് കെ പ്ലസ് 1 ബൈ കെ ഇൻറ്റു കെ പ്ലസ് 2. അപ്പൊ എന്താണ്? ലിമിറ്റ് കെ ടെൻഡിങ് ടു ഇൻഫിനിറ്റി, ഇവിടെ ഒരു കെ വെളിയിൽ എടുക്കാം, കെ ഇൻറ്റു 1 പ്ലസ് 1 ബൈ കെ ബൈ കെ ഇൻറ്റു വീണ്ടും ഒരു കെ വരും 1 പ്ലസ് 2 ബൈ കെ. ഒരു കെ വീതം വെട്ടിപ്പോകും. ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്ത് വരും? ബൈ ഇൻഫിനിറ്റി ആണ്, അപ്പൊ 0 വരും. അതായത് ലിമിറ്റ് കെ ടെൻഡിങ് ടു ഇൻഫിനിറ്റി യു കെ 0 എന്ന് കിട്ടിക്കഴിഞ്ഞു. അപ്പൊ എന്താണ്? സെക്കൻഡ് ടെസ്റ്റ് ഫോർ കൺവെർജൻസ് സാറ്റിസ്ഫൈഡ് ആയി. ലെബനിസ് ടെസ്റ്റ് വെച്ചിട്ട് ആൾട്ടർനേറ്റിംഗ് സീരീസിന്റെ ഫസ്റ്റ് കണ്ടീഷനാണ് യു കെ ഗ്രേറ്റർ ദാൻ യു കെ പ്ലസ് 1. സെക്കൻഡ് കണ്ടീഷൻ എന്താണ്? ലിമിറ്റ് കെ ടെൻഡിങ് ടു ഇൻഫിനിറ്റി യു കെ 0 ആയിരിക്കണം. അപ്പൊ എന്താണ്? ലെബനിസ് ടെസ്റ്റ് വെച്ചിട്ട് ഈ സീരീസ് കൺവെർജന്റ് ആണ്. ബൈ യൂസിംഗ് ലെബനിസ് ടെസ്റ്റ് ദ ഗിവൻ സീരീസ് കൺവെർജസ്. ഇനി എന്താണ്? നമ്മൾ നേരത്തെ അബ്സലൂട്ട് വാല്യൂസ് ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് എന്ത് കിട്ടി? ഡൈവർജസ് ആണെന്ന് കിട്ടി. അബ്സലൂട്ട്ലി ഡൈവർജസ് ആണെന്ന് കിട്ടി. അപ്പൊ എന്ത് പറയാം? ഈ സീരീസ് കണ്ടീഷണലി കൺവെർജന്റ് ആണെന്ന് പറയാം. കണ്ടീഷണലി കൺവെർജൻസ്, കണ്ടീഷണലി കൺവെർജന്റ് ആണെന്ന് പറയാം. അതായത് അബ്സലൂട്ട് വാല്യൂസ് ഡൈവർജസ് ആണെന്നാണ് കിട്ടിയത്. അബ്സലൂട്ട് വാല്യൂസ് നോക്കിയപ്പോഴത്തേക്ക് അബ്സലൂട്ട് വാല്യൂസ് ഡൈവർജസ് ആണെന്നാണ് കിട്ടിയത്. ഇനി എന്ത് ചെയ്തു? നമ്മൾ ലെബനിസ് ടെസ്റ്റ് യൂസ് ചെയ്തപ്പോഴത്തേക്ക് ഇത് കൺവെർജസ് ആണെന്ന് കിട്ടി. അപ്പൊ എന്ത് പറയാം? കണ്ടീഷണലി കൺവെർജന്റ് ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഒരു ഗിവൺ സീരീസ് തന്നിരിക്കുമ്പോഴത്തേക്ക് അതിന്റെ അബ്സലൂട്ട് വാല്യൂസ് കൺവെർജന്റ് ആണോ ഡൈവർജന്റ് ആണോ നോക്കുമ്പോഴത്തേക്ക് അബ്സലൂട്ട് വാല്യൂസ് കൺവെർജന്റ് ആണെന്ന് കിട്ടുന്നെങ്കിൽ എന്താണ്? അബ്സലൂട്ട്ലി കൺവെർജന്റ്. അബ്സലൂട്ട് വാല്യൂസ് ഡൈവർജന്റ് ആണെങ്കിൽ എന്താണ് പറയുന്നത്? അബ്സലൂട്ട്ലി ഡൈവർജന്റ്. പക്ഷെ അബ്സലൂട്ട് വാല്യൂസ് ഡൈവർജന്റ് ആയ ആ ഒരു സീരീസിന്റെ ആൾട്ടർനേറ്റീവ് സീരീസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ലെബനിസ് ടെസ്റ്റ് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് സാധാരണ രീതിയിൽ എന്താണ്? അത് കൺവെർജൻസ് ആണെന്ന് കിട്ടുന്നതെങ്കിൽ ആ സീരീസിന് എന്ത് പറയാം? കണ്ടീഷണലി കൺവെർജന്റ് എന്നാണ് പറയാം. അതായത് ലെബനിസ് ടെസ്റ്റ് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് കൺവെർജൻസ് ആണെന്നും അബ്സലൂട്ട് വാല്യൂസ് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ഡൈവർജന്റ് ആണെന്ന് കിട്ടുകയാണെങ്കിൽ ആ സീരീസ് എന്താണ്? കണ്ടീഷണലി കൺവെർജന്റ് ആണ്. അബ്സലൂട്ട് വാല്യൂസ് കൺവെർജന്റ് ആണെന്ന് കിട്ടുകയാണെങ്കിൽ എന്താണ്? അബ്സലൂട്ട് കൺവെർജൻസ് ആണ്. ഓക്കെ.